ഗുഡ് മോർണിംഗ്. നമ്മൾക്ക് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം, ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് നിങ്ങൾ കേട്ട് കാണും. എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്? നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സുമാണ് രണ്ട് ബ്രാഞ്ചുകളെന്ന് നമുക്കറിയാം. അതിൻ്റെ അകത്ത് മെക്കാനിക്സ് എന്ന് പറയുന്നത് മൂവിങ് പാർട്ടിക്കിളിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെന്നറിയാം. പിന്നെ അതിൻ്റെ അകത്ത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസീവ് ബോഡീസ്, വളരെ വലിയ പാർട്ടിക്കിൾസ്, ഇപ്പോൾ സെലസ്ട്രിയൽ ബോഡീസ്, എർത്ത്, സൺ, ഇതുപോലെയുള്ള സെലസ്ട്രിയൽ ബോഡീസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാറ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് പോലെയുള്ള കുഞ്ഞു പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്, ക്വാണ്ടം മെക്കാനിക്സിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്തിനാണ് ഡെവലപ്പ് ചെയ്തത്, ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാണ് ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തത്? ഓക്കെ, അപ്പം ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള സ്റ്റഡി അനുസരിച്ച് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് മൂവിങ് ബോഡീസിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ ക്ലാസിക്കൽ മെക്കാനിക്സ് പര്യാപ്തമാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഐസക് ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടനെ നമുക്കറിയാം അല്ലെ? ന്യൂട്ടൺ മെക്കാനിക്സ് സ്റ്റഡിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് അല്ലെ? അപ്പോൾ ഈ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ മാത്രം മതി മെക്കാനിക്സിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാനെന്നാണ് പറയുക. അപ്പൊ ന്യൂട്ടൺ കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു തിയറി കൊണ്ടുവന്നു. അതായത് കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാല് ലൈറ്റിന്റെ കോർപ്പസ്കുലാർ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ലൈറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ കൊണ്ടുവന്നതാണ് കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ്. അതിൻ്റെ അകത്ത് പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഇലാസ്റ്റിക് പാർട്ടിക്കിൾ ആണ് ലൈറ്റ് എന്നാണ് അദ്ദേഹം മനസ്സിലായത്. ലൈറ്റ് ഈസ് വെരി സ്മോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾ എന്നാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞു പാർട്ടിക്കിൾസിനെ അദ്ദേഹം വിളിച്ച പേരാണ് കോർപ്പസ്കിൾസ്. ഓക്കെ, അപ്പോൾ ഈ കോർപ്പസ്കിൾ എന്ന് പറയുന്നത് ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ദിസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ടായിരുന്നു. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് മോർ ഇൻ ഡെൻസർ മീഡിയം ദാൻ ഇൻ റെയറർ മീഡിയം. വെലോസിറ്റി ഓഫ് ലൈറ്റ് സി എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിൽ കൂടുതലും റെയറർ മീഡിയത്തിൽ കുറവുമാണ്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിന് ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, പോളറൈസേഷൻ ഇങ്ങനെയുള്ള ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ കോർപ്പസ്കുലാർ തിയറിക്ക് പറ്റിയില്ല എന്ന് മാത്രമല്ല, പിന്നീടുള്ള സ്റ്റഡിയിൽ ഈ അദ്ദേഹത്തിന്റെ അസംഷൻസ് തെറ്റാണ് എന്നും മനസ്സിലായി. അങ്ങനെ കോർപ്പസ്കുലാർ തിയറി ഡിസ്കാർഡ് ചെയ്തു. ഓക്കെ, ആ സമയത്ത് ലൈറ്റ് വേവ് ലൈക്ക് നേച്ചർ കാണിക്കുന്നു എന്ന് സ്റ്റഡി ചെയ്ത ശാസ്ത്രജ്ഞനാണ് ഹൈഗൻസ്, യങ് ആൻഡ് ഫ്രണ്ട്. അപ്പൊ ഈ മൂന്ന് സയന്റിസ്റ്റ് ചേർന്നിട്ട് ലൈറ്റിന് വേവ് ലൈക്ക് നേച്ചർ ആണുള്ളത്. ഈ വേവ് ലൈക്ക് നേച്ചറുള്ള ലൈറ്റ് ഒരു ഹൈപ്പോതെറ്റിക്കൽ മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ആ മീഡിയത്തിനെ ഈതർ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവര് സ്റ്റഡി ഡെവലപ്പ് ചെയ്തു. അപ്പൊ ലൈറ്റിന്റെ കോർപ്പസ്കുലാർ തിയറിക്ക് ശേഷം ലൈറ്റിന്റെ വേവ് നേച്ചർ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ അകത്ത് ലൈറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നായിരുന്നു. ലൈറ്റിനെ മെക്കാനിക്കൽ എനർജിയുടെ പ്രൊപ്പഗേഷൻ ആയിട്ടാണ് അവർ അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്തത്. പിന്നീട് മാക്സ്വെല്ലിന്റെ സ്റ്റഡിയിലാണ് ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പിന്നീട് പ്രൂവ് ചെയ്തു. ഈ ലൈറ്റിന്റെ കോർപ്പസ്കുലാർ തിയറി ഡെവലപ്പ് ചെയ്തു, ഡിസ്കാർഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ലിമിറ്റേഷൻസ് ആണ്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ആ തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ലൈറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല.
അതുകൂടാതെ എക്സ്റേ ഡൈഫ്രാക്ഷൻ, റേഡിയോ ആക്ടിവിറ്റി, പിന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഇങ്ങനെയുള്ള ഫിനോമിനൻ ഒന്നും പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? ക്ലാസിക്കൽ മെക്കാനിക്സിന് പറ്റിയില്ല. അങ്ങനെ ക്ലാസിക്കൽ മെക്കാനിക്സിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത പുതിയ ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, then what are the limitations of classical mechanics എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ക്ലാസിക്കൽ മെക്കാനിക്സിന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ് എന്ന് പറയുന്നത് ബേസിക്കലി ഫ്രീക്വൻസി വേഴ്സസ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. ഈ ഒരു കർവാണ്. ഈ കർവ് ശരിക്കും ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിന്റെ ഹയർ ഫ്രീക്വൻസിയിൽ മാത്രമേ ഇത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ് ഒബേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ലോവർ ഫ്രീക്വൻസിയിൽ മാത്രമേ ഒബേ ചെയ്യുള്ളൂ എന്ന് രണ്ട് പാർട്ടായിട്ട് ഇതിനെ ഡിറൈവ് ചെയ്തു. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും അതുപോലെ തന്നെ ജീൻസ് ലോ, റേലൈ ജീൻസ് ലോ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കമ്പൈൻഡ് തിയറിയിൽ അതിന്റെ ലോ ഫ്രീക്വൻസി റീജിയണിലും ഹൈ ഫ്രീക്വൻസി റീജിയണിലും ഇത് ഒബേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ രണ്ട് റീജിയണിലും കൂടെ ഒബേ ചെയ്യുന്ന ഒരു സിംഗിൾ സ്റ്റഡി അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോർമുല, ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ എക്സ്പെരിമെന്റൽ കർവ് ലോ ഫ്രീക്വൻസി റീജിയണിലും ഹൈ ഫ്രീക്വൻസി റീജിയണിലും ഒരുപോലെ ഒബേ ചെയ്യുന്ന ഒരു സിംഗിൾ ഫോർമുല ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? ക്ലാസിക്കൽ മെക്കാനിക്സിന് പറ്റില്ല. സോ ഇറ്റ് വാസ് എ ലിമിറ്റേഷൻ. ഓക്കെ, ദെൻ അടുത്തത് ഒപ്റ്റിക്കൽ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ സ്പെക്ട്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്റ്റിക്കൽ സ്പെക്ട്ര, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്ര, എമിഷൻ സ്പെക്ട്രയെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെ. ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടാകുന്ന മെക്കാനിസം, അതായത് ഹൈഡ്രജന്റെ സ്പെക്ട്രൽ ലൈൻസിന് കാരണമായ കറക്റ്റ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? അതും ക്ലാസിക്കൽ മെക്കാനിക്സിന് പറ്റിയില്ല. ദെൻ എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഒരു മെറ്റാലിക് സർഫസിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന ഫിനോമിനാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അല്ലെ. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് പറ്റിയില്ല? പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലാസിക്കൽ മെക്കാനിക്സിന് പറ്റിയില്ല. പിന്നെ നാലാമത്തത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ്സ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ്സ് അതിൻ്റെ അകത്ത് പറയുന്നത് ക്ലാസിക്കൽ ഐഡിയ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ്സ് വിത്ത് ടെമ്പറേച്ചർ. അതായത് ഒരു സോളിഡിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് ഒരു സോളിഡിന്റെ സ്പെസിഫിക് ഹീറ്റ് വേരി ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ക്ലാസിക്കൽ മെക്കാനിക്സിന് പറ്റില്ല. അപ്പൊ ബേസിക് ആയിട്ട് ഈ 4 ലിമിറ്റേഷൻസ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സിനുള്ളത്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഒപ്റ്റിക്കൽ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ദെൻ ഫൈനലി സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ് വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 4 എണ്ണത്തിനെയും ഓവർകം ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പുതിയൊരു ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പൊ എന്താണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ്? എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സിന് ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്? ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ദെൻ നെക്സ്റ്റ് ഈസ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഓക്കെ, അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ക്വാണ്ടം തിയറി? ക്വാണ്ടം തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശരിക്കും ക്വാണ്ടം തിയറിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് ആയിട്ട്, അതായത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ ഇജക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും ക്വാണ്ടം തിയറിയുടെ ബേസ്. അതായത് എനർജി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒന്നല്ല, പകരം അത് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഓരോ പാക്കറ്റോ ഓരോ ബണ്ടിൽസ്, ആ ഓരോ ബണ്ടിലിനെയും ഓരോ പെട്ടിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം. ഓക്കെ, അങ്ങനെ ഓരോ ക്വാണ്ടം ഒരു ഡിസ്ക്രീറ്റ് പാക്കറ്റ് ആയിട്ടാണ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയാ, ക്വാണ്ടം തിയറിയുടെ ബേസ് എന്ന് പറയുന്നത് ഓരോ എനർജിയും ഇജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത് പർട്ടിക്കുലർ എമൗണ്ട് ആയിട്ടാണ്. ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം, ഓരോ പാക്കറ്റ് ഓഫ് എനർജി. ഓക്കെ,
അപ്പൊ ഈ ക്വാണ്ടം തിയറിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുന്നതിനോട് റേഡിയേഷന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അതിന്റെ എനർജി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ക്വാണ്ടം ഓഫ് റേഡിയേഷൻസിന്റെ അകത്തും ഉള്ള എനർജി എന്ന് പറയുന്നത് E is equal to h nu ആയിരിക്കും. ഇവിടെ എച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. H is called പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പോൾ ഓരോ തവണയും അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇജക്ട് ചെയ്യുന്ന എനർജി, ഒരു പാക്കറ്റ് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് E is equal to h nu or it is called one quantum. ഓക്കെ, അതിൻ്റെ അകത്ത് പ്ലാങ്ക് ഇപ്പം ഒരു പർട്ടിക്കുലർ എനർജി, ഇപ്പം ഒരു സോഴ്സ് ഓഫ് റേഡിയേഷൻസിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നു, സോഴ്സ് ഓഫ് റേഡിയേഷനിൽ നിന്ന് എനർജി ഇജക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ തവണയും ഇജക്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എനർജി ഓരോ ഓരോ ക്വാണ്ടത്തിന്റെയും ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, എനർജി ഇജക്ട് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക. ഈസ് ഈക്വൽ ടു NH nu. ഒന്നില്ലെങ്കിൽ ഒരു ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഓർ 2 ക്വാണ്ടം ഓർ 3 ക്വാണ്ടം, അങ്ങനെ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ടായിരിക്കും, അല്ലാതെ കണ്ടിന്യൂസ് എമൗണ്ട് ഓഫ് എനർജി ആയിട്ടല്ല അത് ഇജക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിന്റെ എക്സ്പെരിമെന്റൽ എവിഡൻസ്? ഇത് ഇങ്ങനെ തന്നെയാണ്. എനർജി എന്ന് പറയുന്നത് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ക്വാണ്ടൈസ്ഡ് ആണ്. എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാം? അതാണ് അടുത്തത്, എക്സ്പെരിമെന്റൽ എവിഡൻസ് ഇൻ സപ്പോർട്ട് ടു ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ദെൻ അടുത്തത് എക്സ്പെരിമെന്റൽ എവിഡൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് experimental evidence in support of quantum theory of radiation. Experimental evidence for the support of quantum theory of radiation. Quantum theory of radiation experimental evidence ആണ് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമ്മളുടെ ഒരു മെറ്റാലിക് സർഫസിൽ മെറ്റാലിക് സർഫസ് എന്ന് പറയുന്നത് സീസിയം, സിങ്ക് പോലെയുള്ള മെറ്റാലിക് സർഫസിൽ എന്ത് ചെയ്യുമ്പോൾ ഒരു മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ്, എക്സ്റേ ആകാം, ഗാമാറേ ആകാം, ഏതെങ്കിലും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇജക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം എ മെറ്റാലിക് സർഫസ് വെൻ an electromagnetic radiation of sufficient frequency falls on it. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വഴി ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് പറയും? ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും അല്ലെ. അപ്പം ഈ ഫോട്ടോ ഇലക്ട്രോൺസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന് എക്സ്പെരിമെന്റൽ ഇത് പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഇജക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആകുന്നത് ഈ ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മിനിമം ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കണം. ആ മിനിമം ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ആ മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ എനർജി ഇതിൻ്റെ അകത്തുനിന്ന് കൊളൈഡ് ചെയ്താൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം 1 quantum of energy of incident radiation must be just equal to or greater than this threshold frequency. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഇജക്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഇതിൻ്റെ അകത്ത് ഈ ന്യൂ0 എനർജി എന്ന് പറയുന്നത് അത് ഇലക്ട്രോണിന്റെ വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അത് നമുക്കറിയാം. ഇലക്ട്രോണിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഫംഗ്ഷൻ W0 എന്ന് പറയുന്നത് hν0. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ബോയിൻഡഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ അതിൻ്റെ അകത്തുനിന്ന് ബൈൻഡിങ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ചാടിക്കണം. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള വർക്ക് ഫംഗ്ഷൻ എന്നാണ് hν0. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് ചാടിക്കാനുള്ള എനർജി വേണം. അപ്പൊ അതിന് വേണ്ട മിനിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് hν0യേക്കാൾ കൂടുതലായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ hν0യേക്കാൾ കൂടുതലായിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് ഇജക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇലക്ട്രോൺസ് പുറത്തേക്ക് വലിക്കുക. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെറ്റാലിക് സർഫസ് എടുത്തു. ആ മെറ്റാലിക് സർഫസിന്റെ രണ്ട് സൈഡ്
ഒരു സൈഡ് സി, മറ്റേ സൈഡ് ബി എന്ന് മാർക്ക് ചെയ്തു. അതിനെ നമ്മളൊരു സെല്ലുമായിട്ട് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാറ്ററി, പിന്നെ ഒരു മീറ്റർ ഓക്കെ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ഇതിന് ആദ്യം പോസിറ്റീവ് ചാർജ് ആണ് ഇനിഷ്യലി അല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും, ശരിയല്ലേ? അപ്പം ബി ആൻഡ് സി ആർ ടു മെറ്റാലിക് പ്ലേറ്റ്സ് ആണ്, ഇലക്ട്രോഡ്സ് ആണ്. ഓക്കെ, ബിയും സിയും രണ്ട് മെറ്റാലിക് പ്ലേറ്റ് ഇലക്ട്രോഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്ത് ഒരു അമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ഇത് കാഥോഡ്, സി എന്ന് പറയുന്നത് കാഥോഡാണ്, ബി എന്ന് പറയുന്നത് ആനോഡാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഒന്നും ഇൻസിഡന്റ് ചെയ്യാത്ത സമയത്ത് ഈ അമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കില്ല, അതായത് കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇതിൻ്റെ അകത്തേക്ക് ലൈറ്റ് റേഡിയേഷൻ വന്ന് കാഥോഡിലേക്ക് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ ആനോഡ് ഡിറ്റക്ട് ചെയ്യും, അവിടെ കറണ്ട് ഡെവലപ്പ് ചെയ്യും, അമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കാണുന്ന ഒബ്സർവേഷൻ. അതിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഇത് ഫസ്റ്റ് കേസിൽ ഇലക്ട്രോഡ് ബി എന്ന് പറയുന്നത് പോസിറ്റീവും സി എന്ന് പറയുന്നത് നെഗറ്റീവും ആണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പതുക്കെ ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഈ ബിയുടെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ഇലക്ട്രോൺസും ആനോഡിലേക്ക് എത്തും, അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യും അല്ലെ. കംപ്ലീറ്റ് ഇലക്ട്രോൺസും ആനോഡിലേക്ക് വരും പോസിറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ. അത് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്തു, അതായത് കാഥോഡ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ടൈമിലേക്ക് പോസിറ്റീവ് ആക്കി, എന്നിട്ട് അതിൻ്റെ ആ സമയത്തെ നെഗറ്റീവ് വോൾട്ടേജ്, അതായത് കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്താണ് ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും അല്ലെ. കാഥോഡ് പോസിറ്റീവ് ചാർജ് ആയാൽ ആ ഇലക്ട്രോൺസിനെ അത് അബ്സോർബ് ചെയ്യുള്ളൂ, പിന്നെ അത് എമിറ്റ് ചെയ്യില്ല അല്ലെ. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആ പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പം ഇലക്ട്രോൺ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യലില് കാഥോഡ് പോസിറ്റീവ് ആകുന്ന മൊമെന്റിൽ എന്ത് സംഭവിക്കും? അതായത് ഇവിടുത്തെ വോൾട്ടേജ് തിരിച്ചു കൊടുക്കുകയാണ്. അത് പതുക്കെ ഇൻക്രീസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന്റെ പോസിറ്റീവ് വോൾട്ടേജ് ബിയുടെ പോസിറ്റീവ് വോൾട്ടേജിനെ ഓവർടേക്ക് ചെയ്യും, ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്, അതായത് ആ സമയത്ത് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0. ഓക്കെ, ഈ സമയത്ത് ഉണ്ടാകുന്ന മാക്സിമം കൈനറ്റിക് എനർജി, അതായത് ഇതിന്റെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഹാഫ് mv² ആണ് അല്ലെ. എന്ന് പറയുന്ന ഇലക്ട്രോൺ വോൾട്ട് EV ആണ്. E എന്ന് പറയുന്ന ചാർജ് ഓഫ് ഇലക്ട്രോൺ, V എന്ന് പറയുന്ന വെലോസിറ്റി, m മാസ്, ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പം നമുക്കിതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, വോൾട്ടേജ് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നിന്ന് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പോകും. ഇത് ഫ്രീക്വൻസി, ഇത് ഇന്റൻസിറ്റി. ഓക്കെ, അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വേഴ്സസ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു മിനിമം എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. ആ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി? മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അതായത് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. ഓർ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. രണ്ടാമത്തെ പോയിന്റ്. പിന്നെ റേറ്റ് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്, എത്ര ഫോട്ടോ ഇലക്ട്രോൺ, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ആ ഇന്റൻസിറ്റിയാണ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് there is no time lag between the ejection of electron and the arrival of electromagnetic radiation. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇവിടെ വന്ന് ടച്ച് ചെയ്താൽ ആ മൊമെന്റിൽ തന്നെ എന്ത് ചെയ്യും? ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് 4 ഇതിനകത്തെ പോസ്റ്റ്ലേറ്റ്. ഇനി എങ്ങനെയാണ് ഇതിനെ ക്വാണ്ടം മെക്കാനിക്കലി എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അതായത്
ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ സ്ട്രീം ഓഫ് ഫോട്ടോൺസ് അല്ലെ, കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആണ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇതിൽ വന്ന് ടച്ച് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഓരോ റേഡിയേഷന്റെയും എനർജി ഇ എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ അല്ലെ. ഈ ഫോട്ടോൺസ് എന്ന് പറയുന്നത് ക്വാണ്ടം ഓഫ് എനർജി അബ്സോർബ് ബൈ എ സിംഗിൾ ആറ്റം ഓഫ് കാഥോഡ് അറ്റ് എ ടൈം. അതായത് ഈ എനർജി എന്ന് പറയുന്നത് ഈ കാഥോഡിലെ ഒരു ആറ്റം ഒരു സമയത്ത് അബ്സോർബ് ചെയ്യുന്ന എനർജിയാണ്. അതായത് ഫോട്ടോൺ ഒരു കാഥോഡ് സർഫസിൽ വന്ന് പതിക്കുമ്പം ഇതിന്റെ എൻറ്റയർ എനർജി എന്ന് പറയുന്നത് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും? ഇലക്ട്രോൺസിനെ ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ചാടിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. ഓക്കെ, ഈ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് W0 is equal to H nu 0. അതാണ് നമ്മുടെ വർക്ക് ഫംഗ്ഷൻ. ഈ വർക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ആ ഇലക്ട്രോൺ ആ മെറ്റീരിയൽ മെറ്റലിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനേക്കാൾ കൂടുതലുള്ള എനർജി കൊടുത്താൽ മാത്രമേ അത് പുറത്തേക്ക് പോകുള്ളൂ ആണല്ലോ. അപ്പൊ എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ H nu ആണെങ്കിൽ ഈ മെറ്റീരിയലിന്റെ വർക്ക് ഫംഗ്ഷൻ H nu 0 ആണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും ½ mv², പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി. ഓക്കെ, അത് ഐൻസ്റ്റീൻസ് ഈ ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പിന്നെ അതുകൂടാതെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി പഠിച്ചു. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യല് പിന്നീട് എന്താണ് അതിൻ്റെ അകത്ത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവില്ല അല്ലെ. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഇപ്പൊ എഴുതിയത് H nu മൈനസ് H nu 0 is equal to ½ mv² ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ V0 ആണ് എന്ന് നമുക്കറിയാം അല്ലെ. ഈ V0 എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. അതായത് ഇതിൻ്റെ അകത്തെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പര്യാപ്തമായ പൊട്ടൻഷ്യൽ ആണ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു അതെന്താണ്. ഇനി ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓഫ് മെറ്റൽ ദാറ്റ് ഈസ് H nu മൈനസ് H nu 0 ഡിവൈഡഡ് ബൈ E. That's equal to H by E into nu മൈനസ് എച്ച് ബൈ ഇ ഇൻറ്റു ന്യൂ 0 അല്ലെ. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ന്യൂ 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ന്യൂ വേഴ്സസ് V0 ഒരു പ്ലോട്ട് വരച്ചാൽ അതെന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് H by E. സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് H by E കണ്ടുപിടിക്കാം. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ ഇ. സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ആ H by E എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഈ സ്ലോപ്പിൽ നിന്ന് വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് V0 വേഴ്സസ് ന്യൂ പ്ലോട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് H by E ആണ് അല്ലെ. ഇതെങ്ങനെയാ വന്നത്? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഫോർമുല കിടക്കുക. സ്ട്രെയിറ്റ് ലൈൻ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോർമുല കിടക്കുക അല്ലെ. that H constant, E constant, mu 0 constant. This corresponds to C. Then m into x. ഇവിടത്തെ വേരിയബിൾ x. അതായത് x വേഴ്സസ് y എന്ന് പറയുന്നിടത്ത് x-ന് പകരം mu, y-ക്ക് പകരം V0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന്റെ m എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ x-നോട് കൂടി ചേർന്ന് കിടക്കുന്ന കോഎഫിഷ്യന്റ് m എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്. അങ്ങനെ m-ന് പകരം ഇവിടെ കിടക്കുന്നത് H by E ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്ലോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് H by E എന്ന് കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ ഈ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കാം? പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? പ്ലാങ്ക്സ് തിയറി എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് എന്താണ്? ആ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? എക്സ്പെരിമെന്റൽ പ്രൂവ് ചെയ്ത വാല്യൂവിന് ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണ് പ്ലാങ്ക്സ് തിയറിയുടെ എക്സിസ്റ്റൻസ് നമ്മൾ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെയാണ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടം മെക്കാനിക്സിന്റെ അകത്ത് ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ് എന്തൊക്കെയാണ്? ആ ക്ലാസിക്കൽ ഫിസിക്സിന് പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോയത് എന്തൊക്കെയാണ്? അതിന്റെ എക്സ്പെരിമെന്റൽ എവിഡൻസ് എന്താണ്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണ്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി പഠിക്കാം. അപ്പൊ ഇത്രയും പഠിച്ചിട്ടിരിക്കണം.